ടൈം ഫ്രെയിം. ഒരു ടൈം ഫ്രെയിം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണിക്കുന്ന ഓരോ ക്യാൻഡിൽസും ആ ടൈം ഫ്രെയിമിനെ ആയിരിക്കും പ്രതിനിധീകരിക്കുന്നത്. നിങ്ങളുടെ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് സെലക്ട് ചെയ്താൽ ഇവിടെ കാണുന്ന ഓരോ ക്യാൻഡിൽസിനെയും നമുക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റിൻ്റെ ക്യാൻഡിൽസായിട്ട് കണക്കാക്കാം. അതുപോലെ അത് 4 അവർ, 2 അവർ, 1 അവർ, 1 ഡേ, 1 വീക്ക്, 1 മന്ത് എന്നുള്ള റേഞ്ചിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ 1 മന്ത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ഓരോ ക്യാൻഡിൽസും 1 മന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിൻ്റെ ഓപ്പണിംഗ് മുതൽ ക്ലോസിങ് വരെയുള്ള റേഞ്ച് എന്ന് പറയുന്നത് കാണിച്ചിരിക്കുന്നത് 1 മന്തിനെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് മെത്തേഡ്സിൽ ഏതെല്ലാം ടൈം ഫ്രെയിം സെലക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഓരോ സ്റ്റൈൽ ട്രേഡിംഗ് മെത്തേഡിലും ഏതെല്ലാം ഹോൾഡിംഗ് പീരീഡും ഏതെല്ലാം ടൈം ഫ്രെയിമുമാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യത്തെ ട്രേഡിംഗ് മെത്തേഡായിട്ടുള്ള സ്കാൽപ്പറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, വളരെ ചെറിയ ഷോർട്ട് പീരീഡിലുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണ് സ്കാൽപ്പർ എന്ന് പറയുന്നത്. ഒരു മിനിറ്റുകൾ മുതൽ ഏതാനും മണിക്കൂറുകൾ വരെ മാത്രമാണ് അതിൻ്റെ ഹോൾഡിങ് നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് സൂട്ടബിളായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ടൈം ഫ്രെയിമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് മുതൽ 50 മിനിറ്റ്സ് വരെയുള്ള ടൈം ഫ്രെയിമുകളാണ് നമ്മൾ ഇതിനായിട്ട് നോക്കേണ്ടത്. നെക്സ്റ്റ് ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഡേ ട്രേഡിംഗ് ആണ്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ടൈം പീരീഡാണിത്. അതായത് ഒരു മണിക്കൂറുകൾ മുതൽ ഒരു ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ട്രേഡുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കേണ്ട ടൈം ഫ്രെയിമുകൾ എന്ന് പറയുന്നത് 5 മിനിറ്റ് മുതൽ 4 അവേഴ്സ് വരെയുള്ള ടൈം ഫ്രെയിമുകളാണ്. നെക്സ്റ്റ് വരുന്നത് സ്വിംഗ് ട്രേഡ്സ് ആണ്. മീഡിയം ടൈമിലേക്കുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണിത്. അതായത് ഒരു ഡേ മുതൽ വീക്കുകൾ വരെ നീണ്ടു നിൽക്കുന്ന ട്രേഡിംഗ് മെത്തേഡ്. ഇതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ടൈം ഫ്രെയിം 1 അവർ മുതൽ 1 ഡേ വരെയുള്ള ടൈം ഫ്രെയിമാണ്. പിന്നെ വരുന്ന പൊസിഷണൽ ട്രേഡിംഗ് ആണ്. ലോങ് ടൈമിലേക്കുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണ്. അതായത് ഫ്യൂ വീക്സ് മുതൽ ഫ്യൂ മന്ത്സ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ട്രേഡിംഗ് ഹോൾഡിംഗ് മെത്തേഡാണിത്. ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ടൈം ഫ്രെയിംസ് എന്ന് പറയുന്നത് 1 ഡേ, 1 വീക്ക്, 1 മന്ത് ടൈം ഫ്രെയിമുകളാണ് ചെക്ക് ചെയ്യേണ്ടത്.